അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. നമ്മൾ ഗ്രന്ഥകാരൻ ദമീറുകളിൽ മുസ്തത്തിറായവയുണ്ട്, ദമീറുകളിൽ ബാരിസായവയുണ്ട് എന്ന് പറഞ്ഞു. ഈ ബാരിസായ ദമീറുകളിൽ തന്നെ റഫിൻ്റെ ദമീറുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ബാരിസായ റഫിൻ്റെ ദമീറുകളിൽ മുത്തസിലായവയും മുൻഫസിലായവയും ഉണ്ട്. മുത്തസിലായ റഫിൻ്റെ ദമീറുകളുണ്ട്, മുൻഫസിലായ റഫിൻ്റെ ദമീറുകളുണ്ട്. മുത്തസിലായ റഫിൻ്റെ ദമീറുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ഉദാഹരണത്തിൽ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതിലാണ് നമ്മൾ കാമ, വാലമ, അതേപോലെ അതിന് മുമ്പ് പിന്നെ ഒക്കെ നമ്മൾ കൊണ്ടുവന്നത്. അതൊക്കെ എന്താണ്? മുത്തസിലായ റഫിൻ്റെ ദമീറുകൾക്ക് ഉദാഹരണമാണ്. റഫിനും ജെറിനും നസ്ബിനും വരും. പിന്നെ ലിറഫ് വന്നസ്ബി വജറീന സലഹ് കാരിഫ് ബിന ഫഇന്നന നിൽനൽ മിനഹ്. അവിടെ ഈ ദമീറുകളൊക്കെ എന്താണ്? ഈ ഉദാഹരണങ്ങളൊക്കെ അത് മുത്തസിലായ റഫിൻ്റെ ദമീറുകളാണ്. മുത്തസിലായ റഫിൻ്റെ ദമീറുകളാണ്. ഇനി ഗ്രന്ഥകാരൻ ഇവിടെ തുടർന്ന് പറയുന്നത് മുൻഫസിലായ റഫിൻ്റെ ദമീറുകളാണ്. മുൻഫസിലായ റഫിൻ്റെ ദമീറുകളാണ്. അത് ഏതാണ്? അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ പിന്നെ ഈ ബെയ്ത്ത് മനസ്സിലാക്കുന്നതിലൂടെ, ഈ നദും മനസ്സിലാക്കുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഗ്രന്ഥകാരൻ പറയുന്നു, വദുർതിഫാഇൻ വൻഫിസാലിൻ അനഹു വഅൻത വൽഫുറൂഉ ലാ തശ്തബിഹു. വദുർതിഫാഇൻ വൻഫിസാലിൻ അനഹു വഅൻത വൽഫുറൂഉ ലാ തശ്തബിഹു. എന്താ? വദുർതിഫാഇൻ വൻഫിസാലിൻ, ദമീറുകളിൽ ദുർത്തിഫ എന്ന് പറഞ്ഞാൽ റഫ് ഉള്ള, മർഫൂ ആയവ എന്നർത്ഥം. റഫ് ഉള്ള ദമീറുകളുണ്ട്. വംഫിസാലിൻ, ഇൻഫിസാലിൻ്റെ എന്ന് പറഞ്ഞാൽ മുൻഫസിലായ, മുൻഫസിലായ എന്നർത്ഥത്തിൽ. അപ്പോൾ ദുർത്തിഫ എന്ന് പറഞ്ഞാൽ മർഫൂ ആയുള്ള, വംഫിസാലിൻ മുൻഫസിലും ആയുള്ള ദമീർ ഉണ്ട്. വമിന ദമീരി ദുർത്തിഫാഇൻ വൻഫിസാൽ, ദമീറുകളിൽ റഫ്ഉള്ള മർഫൂ ആക്കപ്പെട്ട വൻഫിസാലും മുൻഫസിലായ ദമീറുണ്ട്. അതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ മർഫൂ ആയ മുൻഫസിലായ ദമീറുകൾ, നമ്മൾ 70 ദമീറുകളുടെ ഉദാഹരണം എഴുതിയതല്ലോ ദമീറുകളെ കുറിച്ചുള്ള തുടക്ക ക്ലാസ്സുകളിൽ. അപ്പോൾ അതിൽ നമ്മൾ വേറെ വേറെ എഴുതിയിട്ടുണ്ട്. മർഫൂ ആയ മുൻഫസിലായ ദമീറുകളെ എഴുതിയിട്ടുണ്ട്, മർഫൂ ആയ മുത്തസിലായ ദമീറുകളെ എഴുതി. അത് നമുക്ക് കഴിഞ്ഞു പോയി. ഇനി മർഫൂ ആയ മുൻഫസിലായ ദമീറുകൾ അദ്ദേഹം പറയുകയാണ്. അതിൻ്റെ ഉദാഹരണം അന ഹുവ വ അൻത. ഈ മർഫൂ ആയ മുൻഫസിലായ ദമീറുകൾ ആരൊക്കെയാണ്? അനയാണ്, ഹുവയാണ്, വ അൻത അൻതയുമാണ്, വൽ ഫുറൂഉ, വൽ ഫുറൂഉ എന്ന് പറഞ്ഞാൽ ഇവയുടെ ഫറഉകളുമാണ്. വൽ ഫുറൂഉ ഇവയുടെ ഫറഉകളുമാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാം. ലാ തശ്തബിഹു, അതുകൊണ്ട് തന്നെ ലാ തശ്തബിഹു അയ്യുഹ താലിബ്, വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിക്കുന്നവനെ, നിനക്ക് ഇഷ്കാലുണ്ടാവേണ്ട കാര്യമല്ല, ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യമല്ല, നീ ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. ഇവയാണ് അന, ഹുവ, അൻത, പിന്നെ അതിൻ്റെ ഫറഉകളുമാണ്, അതിൻ്റെ ശാഖകളുമാണ് എന്ത്? മർഫൂ ആയ മുൻഫസിലായ ദമീറുകൾ. ഇതാണ് നമ്മുടെ ഗ്രന്ഥകാരൻ ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, അന എന്നുള്ളത് അതിൻ്റെ ഫറഅ എന്താണ്? അനയും പിന്നെ നഹ്നു ആണ്. അന, നഹ്നു, ഇത് റഫിൻ്റെ ദമീറുകളാണ്. മുൻഫസിലായ റഫിൻ്റെ ദമീറാണ്. ഹുവ, ഹുവ അതിൻ്റെ ഫറഉകൾ ഏതൊക്കെയാണ്? ഹുവ, ഹുമ,
ഹും ഹിയ ഹുമ ഹുന്ന ഉണ്ടോ? അന നഹ്നു മുത്തക്കല്ലിമിൻ്റെ റഫിൻ്റെ ദമീറുകളാണ് മുഫസ്സലായ. ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന ഇവ ഗായിബിൻ്റെ ദമീറുകളാണ്. ഗായിബിൻ്റെ ദമീറുകളാണ്. അതാണ് പിന്നെ ഹുവയുടെ ഫുറൂ. ഇനി വ അൻത 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 എന്നുള്ളത് മുഖാത്തബിൻ്റെ ദമീറാണ്. മുഖാത്തബിൻ്റെ ദമീറാണ് നീ എന്നർത്ഥത്തിൽ. ഇതിൽ അൻത അതിൻ്റെ ഫറോകൾ ഏതൊക്കെയാണ്? അൻത നമുക്കിത് തുടക്കത്തിൽ എഴുതിയാണ്. അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന. കണ്ടോ ഇവിടെ അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന ഇവകൾ ഈ അൻത എന്നതിൻ്റെ ഫുറൂആണ്. ഗ്രന്ഥകാരൻ പറയുകയാണ് വദുർതിഫായും വംഫിസാലിൻ, മർഫൂ ആക്കപ്പെട്ട മുൻഫസിലായ ദമീറുകൾ ഉണ്ട് ദമീറുകളുടെ കൂട്ടത്തിൽ. അതേതൊക്കെയാണ്? അന, ഹുവ, അൻത എന്നിവയും ആണ്. വൽ ഫുറൂഉ ഇവയുടെ ഫറഉകളുമാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അനൻ്റെ ഫർആണ് നഹ്നു. അന മുത്തക്കല്ലിമിൻ്റെ ദമീറാണ്, ഞാൻ, ഞങ്ങൾ. ഹുവ അതിൻ്റെ ഫർആണ് ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന എന്നിവ. അൻത അതും ഈ മർഫൂആയ മുൻഫസലായ ദമീറാണ്. അതിൻ്റെ ഫറഉകളാണ് അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന. മൊത്തം എത്രയാണ്? 6 6 12 പിന്നെ 14 ദമീറുകൾ. 14 ദമീറുകൾ. അപ്പോൾ നമുക്ക് എന്തായി? മർഫൂആയ മുൻഫസിലായ ദമീറുകൾ വ്യക്തമായി. ഇത് മനസ്സിലാക്കുന്നതോടെ വ്യക്തമായി. അതുകൊണ്ട് ലാ തസ്തബിഹു ഗ്രന്ഥകാരൻ പറയാണ്, പഠിതാവേ നിനക്കൊരിക്കലും ആശയക്കുഴപ്പമുണ്ടാകേണ്ട കാര്യമല്ല. മർഫൂആയ മുൻഫസിലുകൾ ഇവ മൂന്നും ഇവയുടെ ഫർഉകളുമാണ് എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ ഗ്രന്ഥകാരൻ പറയുന്ന മറ്റൊന്ന് വദുൻതിസാബിൻ ഫിൻഫിസാലിൻ ജുഇല ഇയായ വത്തഫ്രീഉ ലൈസ മുഷ്കില. വദുൻതിസാബിൻ ഫിൻഫിസാലിൻ ജുഇല ഇയായ. വദുൻതിസാബിൻ ഫിൻഫിസാലിൻ. ദുൻതിസാബിൻ എന്ന് പറഞ്ഞെങ്കിൽ മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ടത്. ഫിൻഫിസാൽ എന്ന് പറഞ്ഞാൽ ഫിഹാലിൽ ഇൻഫിസാൽ മുൻഫസിലിൻ്റെ അവസ്ഥയിൽ എന്ന് പറഞ്ഞെങ്കിൽ മുൻഫസിലായ മൻസൂബായ ദമീറുകൾ. ദുൻതിസാബ് എന്ന് പറഞ്ഞാൽ മൻസൂബായ നസ്ബ് ഉള്ള ഫിൻഫിസാലിൻ ഇൻഫിസാലിൻ്റെ അവസ്ഥയിൽ. ഉദ്ദേശം മുൻഫസിലായ മൻസൂബായ ദമീറുകൾ അതേതാണ്? ജുഇല അത് ആക്കപ്പെട്ടിട്ടുണ്ട്. ഇയായയും വത്തഫ്രീഉ ഇയായയുടെ തഫ്രീഉ എന്ന് പറഞ്ഞാൽ ഇയായയിൽ നിന്ന് ഫർആക്കപ്പെട്ട, ഭാഗമാക്കപ്പെട്ട, ശാഖയാക്കപ്പെട്ട ദമീറുകളും. ലൈസ മുഷ്കില എന്ന് പറഞ്ഞെങ്കിൽ അതൊരു ഇഷ്കാലുള്ള വിഷയമല്ല എന്ന് പഠിതാവിനോട് പറയാണ്. ലൈസ മുഷ്കില മൻസൂബായ മുൻഫസിലായ ദമീർ അത് ഇയായയിൽ നിന്നും തഫ്രീ ആയിട്ടുള്ളവയുമാണ്, ഫർആക്കപ്പെട്ടവയുമാണ്. ലൈസ മുഷ്കില അതെന്തല്ല, ഒരു മുഷ്കിലായിട്ടുള്ള വിഷയമല്ല, മനസ്സിലാക്കാൻ പഠിക്കാൻ പ്രയാസമുള്ള ക്ലേശമുള്ള ഒരു വിഷയമല്ല, എളുപ്പമാണ് എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. അത് നമ്മൾ ഇനി മനസ്സിലാക്കിയാൽ മതി. ഇയായയും
അതിൽ നിന്നുള്ള തഫ്രീഅ. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ ആയ നമുക്കിതൊക്കെ വന്നതാണ്. ഈ ആയ, ഇയാന, എന്നെ, എനിക്ക് എന്നുള്ള അർത്ഥത്തിൽ ഇയായ, ഇയാന മുത്തക്കല്ലിമിൻ്റെ, പിന്നെ മുഖാത്തബിൻ്റെ ഇയാക്ക, ഇയാകുമ, ഇയാക്കും, പിന്നെ ഇയാക്കി, ഇയാക്കുമ, ഇയാക്കുന്ന, പിന്നെ ഗായിബിൻ്റെ ഇയാഹു, ഇയാഹുമ, ഇയാഹും, ഇയാഹ, ഇയാഹുമ, ഇയാഹുന്ന. ഉണ്ടാ ഇവിടെ ഇയായ, ഇയാന, ഇത് പിന്നെ മുത്തക്കല്ലിമിൻ്റെ മുൻഫസിലായ മൻസൂബായ ദമീറാണ്. അതാണ് ഇയായൻ്റെ ഫർഅ്. ഇനി ഇയാക്ക, ഇയാക്കുമ, ഇയാക്കും, ഇയാക്കി, ഇയാക്കുമ, ഇയാക്കുൻ, ഇത് മുഖാത്തബിൻ്റെ മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകളാണ്. മുഖാത്തബിൻ്റെ മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകളാണ്. ഇയാഹു, ഇയാഹുമ, ഇയാഹും, ഇയാഹ, ഇയാഹുമ, ഇയാഹുൻ, ഇവ ഗായിബിൻ്റെ മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകളാണ്. അല്ലേ? ഇപ്പറയപ്പെട്ട 14 ഇതിൽ ഈ പിന്നെ ഇയാക്കുമ, ഇയാഹുമ, ഇയാഹുമ, ഇത് പിന്നെ മുദക്കറിനും മുഅന്നസിനും ഒരുപോലെയാണല്ലോ. അതുകൊണ്ട് ചിലർ ഇത് 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇതിന് വേറെ എണ്ണുന്നവർ 14. എന്തായാലും ഇയായയും വത്തഫ്രീഉ, ഇതിൽ നിന്ന് തഫ്രീ ആയിട്ട് വന്ന ബാക്കിയുള്ള ഈ പറയപ്പെട്ടവയും 12 അല്ലെങ്കിൽ 14. ഈ എണ്ണം അവ ആരാണ്? മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകളാണ്. വദുൻതിസാബിൻ ഫിൻഫിസാലിൻ ജുഇല ഇയായ വത്തഫ്രീഉ ലൈസ മുഷ്കില. നസ്ബ് ഉള്ള എന്ന് പറഞ്ഞെങ്കിൽ നസ്ബ് ചെയ്യപ്പെട്ട, ഇൻഫിസാലിൻ്റെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മുൻഫസിലായ നസ്ബ് ചെയ്യപ്പെട്ട ദമീർ ജുഇല അതാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അലിഫ് കവിതയ്ക്ക് വേണ്ടിയിട്ടാണ്. ജുഇല ഇയായ വത്തഫ്രീഉ, ഇയായയും ഇയായയിലൂടെ തഫ്രീ ആയി ആക്കപ്പെട്ട, ശാഖയാക്കപ്പെട്ടവയും എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഈ തഫ്രീ, ഇയായയുടെ തഫ്രീയാണ് നമ്മൾ എഴുതിയ ഈ 14. ഇയായ കഴിഞ്ഞാൽ പിന്നുള്ള ഈ 13. തയ്യം ലൈസ മുഷ്കില. ഈ മൻസൂബായ മുൻഫസിലായ ദമീർ അത് കണ്ടെത്തുക എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് ലൈസ മുഷ്കില, ഒരു ഇഷ്കാലുള്ള ഒരു വിഷയമല്ല, എളുപ്പമാണ്, ക്ഷിപ്രസാധ്യമാണ് എന്നാണ് ഇവിടെ നമ്മളുടെ ഗ്രന്ഥകാരൻ ഈ കവിതയിലൂടെ പറയുന്നത്. വ്യാകരണത്തിൽ ഒരു ചർച്ച ഇവിടെ ഈ ഇയായയും മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകളിൽ ആരാണ് ദമീർ എന്ന ആണ് ഒരു ചർച്ച. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇയായ എടുത്താൽ, ഇയായ ഉദാഹരണത്തിന് എടുക്കുകയാണ്. ഇയ്യുണ്ട്, പിന്നെ ഇയായ, അല്ലേ? ഇതിൽ പിന്നെ ഇവിടെ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ. ഇതിൽ ഏതാണ് ദമീർ? ഈ ഇയ എന്നുള്ളതാണോ ദമീർ? അതല്ല ഇയയുടെ ലാഹിഖായി വന്ന ലവാഹിഖ് എന്ന് പറയും, ലാഹിഖായി വന്നവയാണോ ദമീർ? ഇയ എന്നുള്ളതാണോ ദമീർ? അതല്ല ഇതിലെ യാ ആണോ ദമീർ? ഇയ എന്നുള്ളതാണോ, നാ എന്നുള്ളതാണോ ദമീർ? ഇയ എന്നുള്ളതാണോ, ക എന്നതാണോ ദമീർ?
ചില വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞു ഇയ എന്നുള്ളതാണ് ദമീർ. അതിനെ തുടർന്നുള്ള ഈ ലവാഹിക്കുകൾ ക, കുമ, കും, കി, കുമ, കുന്ന, ഹു, ഹുമ, ഹും, ഹ, ഹുമ, ഹുന്ന, യ, ന, ഇവകളാണ് ദമീർ. ലവാഹിക്കാണ് ദമീർ. പിന്നെ ഇയ എന്നുള്ളത് പിന്നെ അതിന് ഒരു അവലംബമായിട്ട് വന്ന ഒരു ഇമാദ് മാത്രമാണ്, അവലംബം മാത്രമാണ്. ഈ ദമീറുകൾക്ക് ചാരി നിൽക്കാൻ ഒരു അവലംബം മാത്രമാണ് ആര് പിന്നെ ഇയ എന്നുള്ളത്. ദമീറുകൾ അടിസ്ഥാനപരമായിട്ട് ആരാണ്? ഈ ലവാഹിക്കായി വന്നവയാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ. അപ്പോൾ ഒരു വിഭാഗം ഇയയാണ് ദമീർ, മറ്റൊരു വിഭാഗം യായാണ് ദമീർ. അതേപോലെ തന്നെ ഈ ലവാഹിക്കുകളാണ് ദമീർ. ഇയ എന്നുള്ളത് അതിനൊരു ഉംദത്തായി അല്ലെങ്കിൽ ഇമാദായിട്ടുള്ള ഒരു പിന്നെ പദപ്രയോഗം മാത്രമാണ്. ഭൂരിപക്ഷ ബസ്ര പണ്ഡിതന്മാരും അതേപോലെ കൂഫ പണ്ഡിതന്മാരൊക്കെ ഈ രണ്ടാമത്തെ അഭിപ്രായക്കാരാണ്. ഈ യ എന്നുള്ളതാണ് ദമീർ, ഇയ എന്നുള്ളത് പിന്നെന്താണ് അതിനുള്ള ഒരു ഇമാദ് മാത്രമാണ് എന്നർത്ഥത്തിൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇയയും യായും കൂടിയത് ഇയായ, ഇയാന, ഇയാക്ക, ഇയാക്ക, ഇത് മൊത്തത്തിലാണ് ദമീർ. ഇയ പ്ലസ് യ ഇത് മൊത്തം കൂടിയതാണ് ദമീർ. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായി? വേറെയും ഈ ഇയ യ അതിൻ്റെ ഫുറൂഴുണ്ടല്ലോ, അതിൽ ഏതാണ് ദമീർ, എങ്ങനെയാണ് ദമീർ എന്നത് ഇതിൽ വേറെ അഭിപ്രായങ്ങൾ പറഞ്ഞ വ്യാകരണ പണ്ഡിതന്മാരുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ വലിയൊരു ചർച്ചയുള്ളൊരു വിഷയമാണ് ഈ ദമീർ. ഇതെങ്ങനെയാണ്, ഇതിൽ ആരാണ് ദമീർ? ഈ ഇമാദാണോ അതല്ല ലവാഹിക്കായി വന്ന പദങ്ങളാണോ എന്ന വിഷയത്തിൽ അത് പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കുക ചുരുക്കി പിന്നെ നസ്ബിൻ്റെ മുൻഫസലായ ദമീറുകൾ അത് ഇയായയും അതിൻ്റെ ഫുറൂവുമാകുന്നു എന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വരികൾ പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.